രൂപതകളുടെ മാതാവായ വരാപ്പുഴ അതിരൂപതയിലെ ചരിത്രപ്രസിദ്ധമായ ദേവാലയം അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ആൻഡ് സെന്റ് ജോസഫ് 1673 സ്ഥാപിക്കപ്പെട്ട പൗരാണികമായ ഈ ദേവാലയത്തിന് വളരെ ചരിത്ര പ്രാധാന്യമുണ്ട്. ശാന്തവും സ്വച്ഛവും ഗ്രാമീണ ഭംഗി തൊട്ടുണർത്തുന്നതുമായ പെരിയാറിൻ്റെ ഭാഗമായ ഈ പുഴയുടെ തീരത്തെ ഈ ദേവാലയം ഇവിടേക്ക് കടന്നു വരുന്ന ഏവരുടെയും ഹൃദയത്തിന് ശാന്തിയും സ്വച്ഛതയും നൽകുന്നതാണ്. നിരവധി കർമ്മലീത്ത മിഷണറിമാരുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ 28ഓളം കർമ്മലീത്ത മിഷണറിമാരും 8 മെത്രാപ്പോലീത്തമാരും അന്ത്യവിശ്രമം കൊള്ളുന്നു. പരിശുദ്ധ കർമ്മലനാഥയുടെ സാന്നിധ്യവും ഉത്തരീയത്തിൻ്റെ സംരക്ഷണവും ഈ ഇടവകയ്ക്കും നാടിനുമുണ്ട് എന്ന് വിളിച്ചോതുന്ന പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുസ്വരൂപം ഈ ബസിലിക്കയുടെ മാറ്റുകൂട്ടുന്നു. കേരളത്തിൻ്റെ ആദ്യത്തെ സന്യാസിനി സഭയായ തെരേസൻ കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിൻ്റെ ഹൃദയമാണ് ഈ പുണ്യഭൂമി. ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപികയും കേരളക്കരയുടെ ആദ്യ സന്യാസിനിയുമായ ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ട മദർ ഏലിശ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി മന്ദിരം ഇവിടെയാണ്. വൈപ്പിശ്ശേരി കുടുംബത്തിലെ ഏലിശ എന്ന മകളിൽ നിന്ന് ഒരമ്മയിലേക്കും CTC സന്യാസിനി സഭാ സ്ഥാപികയിലേക്കും ഒടുവിൽ അനേകായിരങ്ങളുടെ അമ്മയിലേക്കുമുള്ള ഒരു ജീവിതയാത്രയാണ് ഇവിടെ ഇതൾ വിരിയുന്നത്. അതാരംഭിക്കുന്നതാകട്ടെ ഓച്ചം തുരുത്തെന്ന മനോഹര ഗ്രാമത്തിലും. ദൈവത്തിൻ്റെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾക്കായി കാതോർത്ത് തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ധന്യയായ മദർ ഏലീശയുടെ ജന്മഗേഹമായ ഓച്ചം തുരുത്തെന്ന കൊച്ചു ഗ്രാമത്തിലെ ഓരോ മണൽത്തിരിക്കും സ്വച്ഛന്തം ഒഴുകുന്ന ഈ പുഴയ്ക്കും നമ്മോട് പങ്കുവയ്ക്കാനുള്ളത് ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ നല്ല ഓർമ്മകളാണ്. ഓച്ചം തുരുത്തിലെ ചരിത്ര പ്രസിദ്ധമായ ക്രൂസ് മിലാഗരീസ് ഇടവകയിലെ വൈപ്പിശ്ശേരി കുടുംബത്തിൽ തൊമ്മൻ താണ്ടാവ് ദമ്പതികൾക്ക് 1831 ഒക്ടോബർ 15 ഒരു വസന്തമായി വന്നു പിറന്ന കുഞ്ഞേലിശ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ അലിവിൻ്റെ മാലാഖിയായി വളർന്ന് കാലത്തിൻ്റെ പൂർത്തിയിൽ വാതിയൽ കുടുംബത്തിലേക്ക് കുനമ്മാവിൻ്റെ മരുമകളായി വന്നു കയറിയപ്പോൾ അനേകായിരം ജീവിതങ്ങൾക്ക് അമ്മയായി മാറുവാനുള്ള വലിയൊരു ദൈവിക സംരംഭത്തിൻ്റെ തുടക്കമായിരുന്നു അത്. 1851 തൻ്റെ ഭർത്താവ് വാഗയിൽ വത്തരുവിൻ്റെ അകാല മരണത്തെ തുടർന്ന് വിധവയായി മാറുമ്പോൾ 1.5 വയസ്സുള്ള കുഞ്ഞ് അന്നയുമായി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏലീശയ്ക്ക് തുണയായത് ദൈവാശ്രയത്വവും വിശ്വാസ വെളിച്ചവുമായിരുന്നു. നീണ്ട 14 വർഷങ്ങൾ കിടാവിളക്ക് പോലെ ദൈവകാരുണ്യ സന്നിധിയിൽ കത്തിയിരിഞ്ഞപ്പോൾ തന്നിൽ ഒരു നിയോഗം പോലെ ദൈവം നിക്ഷേപിച്ച കർമ്മലീത്ത സിദ്ധിയും ചൈതന്യവും അവൾക്ക് വെളിപ്പെട്ടു കിട്ടി. ഏലീശയിൽ നിറഞ്ഞു നിൽക്കുന്ന കർമ്മലീത്ത സിദ്ധിയും ദൈവിക പദ്ധതിയും കുമ്പസാരത്തിലൂടെയും ആത്മീയ സംവാദങ്ങളിലൂടെയും തിരിച്ചറിഞ്ഞ കർമ്മലീത്ത മിഷണറി ഫാദർ ലെയോപോൾഡ് ബെക്കോറോ ആ ആത്മീയ യാത്രയിൽ അവൾക്ക് വഴികാട്ടിയായി. ബിഷപ്പ് ബെർണഡിൻ ബെച്ചനല്ലി സഭാസ്ഥാപനത്തിനുള്ള കാനോനിക നിയമ നടപടിയിൽ ഡോക്യുമെന്തം ഇറക്സിയോണിസിൽ ഒപ്പുവെച്ചു. വന്യവൈദികൻ ചാവറയച്ചൻ്റെ വിശുദ്ധ സാന്നിധ്യം അതിന് സാക്ഷിയായി. 1866 ഫെബ്രുവരി 13 മദർ ഏലീശ സ്ഥാപികയും സഹോദരി ത്രേസ്യയും മകൾ അന്നയും സഹസ്ഥാപികമാരായി ഏലീശയ്ക്കും മകൾ അന്നയ്ക്കും അവകാശമായി ലഭിച്ച കഷണ്ടിയാൻ പറമ്പിൽ പനമ്പുമഠം പണിത് നിഷ്പാതുക കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചു. മദർ ഏലീശയ്ക്കും അന്നയ്ക്കും കുടുംബസ്വത്തായി ലഭിച്ച തുകയും പറമ്പും പുതിയ മഠത്തിനുള്ള മൂലധനമായി. അതുപയോഗിച്ചു വാങ്ങിയ തളിച്ചുവ പറമ്പിൽ വിശുദ്ധ അമ്മത്രീസിയുടെ നാമധേയത്തിലുള്ള പുതിയ മഠം സെന്റ് തെരേസാസ് കോൺവെന്റ് 1867 മാർച്ച് 27 ഫാദർ ലെയോപോൾഡ് ആശീർവദിച്ചു. അന്ന് തന്നെ സഭാവസ്ത്രം സ്വീകരിച്ച ഇവർ നവസന്യാസം ആരംഭിച്ചു. 1868 കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ മദർ ഏലീശ, സിസ്റ്റർ അന്ന, സിസ്റ്റർ ത്രേസ്യ എന്നിവരും സിസ്റ്റർ ക്ലാര എന്ന 4മതൊരംഗവും ആദ്യവ്രത വാഗ്ദാനം നടത്തി. സ്ത്രീ വിദ്യാഭ്യാസത്തെ തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായി സ്വീകരിച്ച മദർ ഏലീശ എല്ലാ തരത്തിലും പിന്തള്ളപ്പെട്ട് കഴിഞ്ഞിരുന്ന സ്ത്രീകൾക്ക് അക്ഷരവെളിച്ചം നൽകിയും കൈത്തൊഴിലും വേദപാഠവും സന്മാർഗവും പരിശീലിപ്പിച്ച്
നവോത്ഥാനത്തിൻ്റെ പാത വെട്ടിത്തുറന്നു. ഇന്ന് കൊന്തകെട്ടലിൽ കൂനമ്മാവ് ഏറെ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. അനേകം കുടുംബങ്ങൾക്ക് ജീവിതമാർഗമായി തീർന്ന കൊന്തകെട്ടൽ ആദ്യം പരിശീലിപ്പിച്ചത് എലിശോമയാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് കേട്ടുകേൾവി പോലുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അമ്മ എടുത്ത ധീരമായ കാൽവെപ്പായിരുന്നു 1868 ജൂലൈ 20 ആരംഭിച്ച സ്കൂളും എതുക്കുംദാത്ത് എന്നറിയപ്പെടുന്ന പെൺകുട്ടികൾക്ക് താമസിക്കുവാനുള്ള ബോർഡിങ്ങും. സ്ത്രീകൾക്കോ സ്ത്രീ വിദ്യാഭ്യാസത്തിനോ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത 19-ാം നൂറ്റാണ്ടിൽ അമ്മ ഏറ്റെടുത്ത വെല്ലുവിളി നിറഞ്ഞ സാഹസികതയായിരുന്നു സമർപ്പിത ജീവിതവും സ്ത്രീ വിദ്യാഭ്യാസം വഴി ആരംഭിച്ച സ്ത്രീ ശാക്തീകരണവും. 1890 റീത്ത് വിഭജനം നടന്നപ്പോൾ കൂനമ്മാവ് മഠത്തിൽ നിന്നും ഒരു പടിയിറക്കം. തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം വിട്ടുകൊടുത്ത് അമ്മയും ലത്തീൻ സഹോദരിമാരും ആദ്യം എറണാകുളത്തേക്കും പിന്നീട് വരാപ്പുഴയിൽ പണികഴിപ്പിച്ച മഠത്തിലേക്കും മാറുകയും ചെയ്തു. ബിഷപ്പ് മാർസലിൻ ബെറാൾഡിയും മിഷണറിമാരും തദ്ദേശ വൈദികരും ഇവരെ ഹാർദവമായി സ്വീകരിച്ചു. കൂനമ്മാവിൽ ഒരു കടുകുമണി പോലെ ദൈവം ഒരുക്കിയ ഒരു വിത്ത് വരാപ്പുഴ എന്ന പുണ്യഭൂമിയിലൂടെ വളർന്നു പന്തലിച്ച് അമ്മമരമായി അനേകർക്ക് ചേക്കേറുവാൻ ഒരു തണൽമരമായി മാറി. തെരേസൻ കർമ്മലീത്ത സന്യാസിനി സഭ ഇന്ന് തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങൾക്ക് പുറമെ ആഫ്രിക്ക, ജർമ്മനി, ഇറ്റലി, അമേരിക്ക എന്നിവിടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നു. CTC സന്യാസിനി സമൂഹത്തിന് 9 പ്രൊവിൻസുകൾ, 2 റീജിയനുകൾ, 213 മഠങ്ങൾ, 1400 അംഗങ്ങളാണുള്ളത്. സഭാസ്ഥാപികയുടെ പാത പിന്തുടർന്ന് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, ക്രൈസ്തവ വിദ്യാഭ്യാസം, ആതുര സേവനം, കുടുംബ പ്രേക്ഷിതത്വം, മിഷൻ പ്രവർത്തനം, സാമൂഹിക സേവനം എന്നിവയും കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ജയിൽ പ്രേക്ഷിതത്വം, മദ്യനിരോധനം എന്നീ മേഖലകളിൽ സഹോദരിമാർ സ്വയം അർപ്പിതരായി സേവനം ചെയ്യുന്നു. വൃദ്ധമന്ദിരങ്ങൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കൂൾ, അഗതി മന്ദിരങ്ങൾ എന്നിവയിലൂടെ അനേകായിരങ്ങൾ CTC സന്യാസിനിമാരുടെ കരുതലും കരുണയും ഇന്നും അനുഭവിക്കുന്നു. ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം പകരുന്നത് ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യമാണ്. പ്രാർത്ഥനാ പ്രേക്ഷിതത്വം മാത്രം സ്വീകരിച്ചിട്ടുള്ള സന്യാസ ഭവനങ്ങൾ സഭയ്ക്കുണ്ട്. CTC സന്യാസിനി സഭയുടെ ആസ്ഥാന മന്ദിരം ഇടപ്പള്ളി സെന്റ് ജോസഫ് വിദ്യാഭവനും സഭയുടെ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട മദർ സൂസമ്മയുമാണ്. സിസ്റ്റർ സൂസി കിണറ്റിങ്കൽ CTC ആണ് മദർ ഏലിശോയുടെ നാമകരണ നടപടികളുടെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്നത്. തനിക്ക് മുൻപേ ഒരു സന്യാസിനി മലയാള മണ്ണിൽ അന്നില്ലാതിരുന്നപ്പോഴും ദൈവം തന്നിൽ നിക്ഷേപിച്ച സിദ്ധി തിരിച്ചറിഞ്ഞ് 1.5 നൂറ്റാണ്ട് മുൻപ് ദൈവനിയോഗത്തോട് ക്രിയാത്മകമായി പ്രത്യുത്തരിച്ച സഭാസ്ഥാപിക മദർ ഏലിശോ 2008 മെയ് 31 ദൈവദാസി പദവിയിലേക്കും 2023 നവംബർ 8 റോമിൽ വെച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയാൽ ധന്യപദവിയിലേക്കും ഉയർത്തപ്പെട്ടു. വരാപ്പുഴ സ്മൃതി മന്ദിരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ധന്യയായ മദർ ഏലിശോയുടെ സമർപ്പണം ഈ 21-ാം നൂറ്റാണ്ടിലും പ്രസക്തമാണ്. സ്വർഗീയ സമ്മാനം കരസ്ഥമാക്കിയ ധന്യയായ മദർ ഏലിശോയുടെ മധ്യസ്ഥത്താൽ നിരവധി പേർ ദൈവാനുഗ്രഹം നേടിയിട്ടുണ്ട്. നല്ലൊരു കുടുംബിനിയും നലം തികഞ്ഞ സമർപ്പിതയുമായതിനാൽ കുടുംബത്തിൻ്റെ നോവും സമർപ്പിത അഭിഷിക്ത ജീവിതത്തിൻ്റെ വെല്ലുവിളികളും നന്നായി അറിയാവുന്ന അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അമ്മയുടെ മാധ്യസ്ഥ സഹായം പ്രത്യക്ഷത്തിൽ അനുഭവവേദ്യമായത് സന്യാസ സഭാംഗവും മരട് PS കോൺവെന്റ് സമൂഹാംഗവുമായ സിസ്റ്റർ ജസ്വിനാണ്. മരണത്തെ മുഖാഭിമുഖം കണ്ട സിസ്റ്റർ ജസ്വിൻ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നത് അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ മാത്രം. വൈദ്യശാസ്ത്രം പോലും അംഗീകരിച്ചതാണ് ഈ അത്ഭുതം. അത് സിസ്റ്റർ ജസ്വിൻ്റെ വാക്കുകളിൽ നമുക്കിപ്പോൾ കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മദർ ഏലിശോയിൽ സ്ഥാപിതമായ CTC സഭയുടെ കീഴിലുള്ള പൊന്നുരുന്തി ക്രൈസ്ത്യൻ ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ 10 വരെ പഠിച്ചത്. 10ാം ക്ലാസ് പാസ്സായ ആ വർഷം തന്നെ ഞാൻ CTC സഭയിൽ അർത്തിനിയായി ചേർന്നു. ആ വർഷം തന്നെയാണ് വരാപ്പുഴയിൽ മദർ ഏലിശോയുടെ സ്മൃതി മന്ദിരം ആശീർവദിക്കുന്നത്. അവിടെ ഏലിശോമ്മയുടെ ത്യാഗം നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചും വിശുദ്ധി നിറഞ്ഞ ആധ്യാത്മികതയെക്കുറിച്ചുമുള്ള വിവരണം എൻ്റെ സന്യാസ ജീവിതത്തിലേക്കുള്ള സമർപ്പണം ദൃഢപ്പെടുത്തുന്നതായിരുന്നു.
ഞാൻ സന്യാസ സഭയിൽ അർച്ചനായി ചേർന്നതിൻ്റെ 3-ാം വർഷം കാനോനിക്കൽ നോവിഷ്യേറ്റിലായിരിക്കുമ്പോൾ മരുന്ന് മേടിക്കുവാനായി ഞങ്ങൾ 3 അർച്ചനിമാരും സിസ്റ്റർ മാർട്ടിനെറ്റും കൂടി പുറത്തുപോയി മരുന്ന് മേടിച്ച് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ബസ്സും എതിരെ വന്ന ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയും ബസ്സിൻ്റെ മുൻവശത്തിരുന്ന ഞാൻ എതിരെ വന്ന ബസ്സിൻ്റെ എഞ്ചിനിലേക്ക് തെറിച്ച് വീഴുകയും ഗുരുതരമായ പരിക്കുകൾ പറ്റുകയും ചെയ്തു. എന്നെ ഉടൻ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ പറഞ്ഞു, സെറിബെല്ലം തകർന്നിരിക്കുന്നതിനാൽ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ സാധിക്കുകയില്ല. ജീവൻ കിട്ടിയാൽ തന്നെ ഓർമ്മയോടുകൂടി സംസാരിക്കുവാനോ ഒന്നും സാധിക്കുകയില്ല. വെറുതെ ഒരു ഡെഡ് ബോഡി പോലെ ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരു ശരീരമായി മാത്രമേ ലഭിക്കുകയുള്ളൂ. എങ്കിലും ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യാം. ഇത് ശ്രവിച്ച CTC സഭയിലെ എൻ്റെ സിസ്റ്റേഴ്സ് മദർ എലീഷയുടെ മധ്യസ്ഥതയിൽ നിരന്തരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മദർ എലീഷയുടെ പടം എൻ്റെ തലയണയുടെ അടിയിലുണ്ടായിരുന്നു. ICUയിൽ എൻ്റെ അടുത്ത് നിന്നിരുന്ന സിസ്റ്റേഴ്സ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മദർ എലീഷയുടെ മാധ്യസ്ഥ ശക്തിയിൽ വിശ്വാസമുണ്ടായിരുന്നു. 1.5 മാസം അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ശ്വസിച്ചിരുന്ന എന്നിൽ വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി. പയ്യെ വെന്റിലേഷൻ കൂടാതെ ശ്വസിക്കുവാനും നടക്കുവാനും സംസാരിക്കുവാനും ഒക്കെ തുടങ്ങി. മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എൻ്റെ 2 കൈമുട്ടുകളും മടങ്ങുകയില്ലായിരുന്നു. അതിൻ്റെ ചികിത്സയ്ക്കായി അക്യുപഞ്ചർ ചെയ്യുന്നതിന് PS മിഷൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയും അവിടെ അക്യുപഞ്ചർ തുടങ്ങുകയും ചെയ്തു. അവിടെ വെച്ചാണ് എനിക്കെൻ്റെ ഓർമ്മ തെളിയുന്നത്. ഓർമ്മ തെളിയുമ്പോൾ ആരോഗ്യപരമായി ഒരു പ്രയാസവും എനിക്ക് അനുഭവപ്പെടാതിരുന്നതിനാൽ ഞാൻ ചോദിച്ചു, വെറുതെ ഒരു അസുഖവുമില്ലാതെ എന്നെ എന്തിനാണ് വെറുതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? അവിടുത്തെ ഡോക്ടർ സിസ്റ്റർ ആനിഷീലയാണ് എനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ചും അതെത്ര ഗുരുതരമായിരുന്നു എന്നുമൊക്കെ എനിക്ക് വിവരിച്ചു തന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, എൻ്റെ വായിൽ മുൻവശത്തെ പല്ലുകളൊന്നുമില്ല. തലയിൽ അവിടെ സ്റ്റിച്ചുകളുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ കൂടെ ചുമക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും ആരോഗ്യപരമായി എനിക്കൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഞാൻ 5 വർഷം വീട്ടിലായിരുന്നപ്പോൾ BCom പഠിച്ച് പാസ്സാവുകയും വീണ്ടും മഠത്തിൽ ചേരുകയും ചെയ്തു. എൻ്റെ നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം മദറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ BLIS പഠിച്ച് പാസ്സാവുകയും ലൈബ്രറിയൻ കോഴ്സിൻ്റെ മാസ്റ്റർ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവുകയും ചെയ്തു. ഓർമ്മയോടുകൂടി സംസാരിക്കുവാൻ പോലും കഴിയുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ മദർ എലീഷയുടെ മധ്യസ്ഥതയിൽ ദൈവം എന്നിലേക്ക് കൃപകൾ വർഷിക്കുകയായിരുന്നു. ഇന്നും എന്നും മദർ എലീഷയുടെ മധ്യസ്ഥതയിൽ അനേകരിലേക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. മദർ എലീഷയുടെ ജീവിത മാതൃകയും മാധ്യസ്ഥ ശക്തിയും എന്നെ എന്നും യേശുവിൻ്റെ അടുക്കിലേക്ക് നയിക്കുകയും അവിടുത്തെ കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ സഹനത്തിൻ്റെ പാതയിലൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എന്ന ക്രിസ്തുനാഥൻ്റെ ജീവിതശൈലി സ്വന്തമാക്കിയ എലീഷാമ്മയും തൻ്റെ ആത്മനാഥനായ ക്രിസ്തു കാണിച്ചു തന്ന ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിച്ച് ഉത്ഥാന മഹിമ സ്വീകരിച്ച വിശുദ്ധ ജന്മമാണ്. നന്നേ ചെറുപ്പത്തിലെ വൈദവ്യത്തിൻ്റെ ദുഃഖം, ദൈവം തന്നെ ഭരമേൽപ്പിച്ച സഭയുടെ ശൈശവ അവസ്ഥയിലുള്ള പ്രാരംഭദശയിലെ പരിമിതമായ സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും, മകളും സഹസന്യാസിനിയുമായ സിസ്റ്റർ അന്നയുടെ അകാലത്തിലെ വേർപാട്, ആത്മീയ പിതാവ് ഫാദർ ലയോപോൾഡിനെ അധികാരികൾ ഇറ്റലിയിലേക്ക് തിരിച്ചു വിളിച്ചപ്പോഴുള്ള ആത്മീയ ഉപദേശകന്റെ അസാന്നിധ്യം, സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം വിട്ടുകൊടുത്ത് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങേണ്ടി വന്ന സഭാവിഭജനത്തിൻ്റെ മൗനനൊമ്പരം, തമ്പുരാൻ എന്ന 3 അക്ഷരത്തിൽ ആശ്രയിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചും പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത സഹനദാസിയായ ധന്യയായ ഒരമ്മ ഈ മണ്ണിൽ സ്മൃതിമന്ദിരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ജീവിത ദുഃഖത്താൽ വലയുന്നവരെ ആശ്വസിപ്പിച്ച് ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുവാൻ എലീഷാമ്മ നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും കാവലാളായി തീരുവാൻ സഭാംഗങ്ങൾക്ക് കഴിയട്ടെ. വരാപ്പുഴ എന്ന പുണ്യഭൂമിയിലേക്ക് അനേകം തീർത്ഥാടകർ അമ്മയുടെ മാധ്യസ്ഥം തേടി വരുവാൻ
അൾത്താര വണക്കത്തിനായി അമ്മ അതിവേഗം ഉയർത്തപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ധന്യയായ ഈ അമ്മയെ, കേരളത്തിൻ്റെ ആദ്യ സന്യാസിനിയെ തിരുസഭയ്ക്ക് സമ്മാനിച്ച നല്ല ദൈവത്തിന് 1000 നന്ദി.